ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവസാന കാലഘട്ടത്തോടൊപ്പം രൂപപ്പെട്ടു വന്ന ഒരു പ്രാദേശിക സംസ്കാരമായിരുന്നു സെമിത്തേരി ഏജ് കൾച്ചർ. ആദ്യകാല ആര്യന്മാരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഈ സംസ്കാരത്തിന് ഇത്തരത്തിലൊരു പേര് വരാൻ കാരണം ഈ കാലഘട്ടത്തിൽ പെയിന്റ് ചെയ്ത ശവകുടീരങ്ങളും ചില വിപുലമായ ശവകുടീരങ്ങളും നിറഞ്ഞ ഒരു വലിയ സെമിത്തേരി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്തുള്ള പഞ്ചാബ് മേഖലയിൽ ഏകദേശം BC 1900-നും BC 1300 വരെയുള്ള കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു സംസ്കാരം കണ്ടെത്തിയതിനാലാണ്. വെങ്കലയുഗ സംസ്കാരത്തിന്റെ ഭാഗമായ സെമിത്തേരി ഏജ് കൾച്ചറിൽ ആദ്യകാല ശവകുടീരങ്ങൾ ഹാരപ്പൻ ശവകുടീരങ്ങൾക്ക് സമാനവും എന്നാൽ പിന്നീടുള്ള ശവകുടീരങ്ങളിൽ മുതിർന്നവരെ ദഹിപ്പിക്കുകയും അസ്ഥികൾ വലിയ കലവറകളിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇത്തരം ശവകുടീരാചാരങ്ങളിലെ മാറ്റം ഇവരുടെ മതത്തിന്റെ പ്രധാനപ്പെട്ട മാറ്റമായും കരുതുന്നു. ഈ കാലഘട്ടത്തിൽ കണ്ടെത്തിയ മൺപാത്രങ്ങളിലും വ്യത്യസ്തത നിറഞ്ഞു നിന്നിരുന്നു. കളിമണ്ണിൽ തീർത്ത മൂടിയായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പാത്രങ്ങൾ ഈ സംസ്കാരത്തിന്റെ ഭാഗമായി ധാരാളം വടക്കൻ പാകിസ്ഥാനിലുടനീളം കണ്ടെത്തിയിട്ടുണ്ട്. ചുവന്ന നിറങ്ങളിൽ കാണപ്പെടുന്ന ഇത്തരം പാത്രങ്ങളിൽ മാൻ, മയിൽ, സൂര്യൻ, നക്ഷത്രം തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാൽ മനോഹരമായിരുന്നു. വടക്കൻ പാകിസ്ഥാനിലും കിഴക്ക് ഗംഗ, യമുന, ദോവാബിയിലെ കനത്ത വനപ്രദേശങ്ങളിലും ഇവർ ജനവാസ കേന്ദ്രമാക്കിയിരുന്നതിന്റെ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മൺസൂൺ മഴയെ പൂർണ്ണമായും കൃഷിക്കായി ആശ്രയിച്ചിരുന്ന ഇവർ നെല്ലും വേനൽക്കാല ഖാരിഫ് വിളകളും കൃഷി ചെയ്തിരുന്നു. എന്നാൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവസാനം വരെ ഇത്തരം ജനവിഭാഗം പ്രധാന കാർഷിക വിളയായി ഗോതമ്പ്, ബാർലി തുടങ്ങിയ ശൈത്യകാല റാബി വിളകളും കൃഷി ചെയ്തിരുന്നതിന്റെ ശേഷിപ്പുകളും ഇവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഹാരപ്പൻ ജനതയുടെ രസകരവും ബുദ്ധിപൂർവമായ ഓരോ നീക്കങ്ങളും അവരുടെ ജീവിതകാലചക്രം എങ്ങനെയായിരുന്നു മുന്നേറിക്കൊണ്ടിരുന്നത് എന്നുള്ള വിശദമായ വിവരങ്ങൾ കേരള PSC, SSC, CAS, UPSC എക്സാംസിൽ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.